ഒന്നും നോക്കാനില്ല, സൂപ്പർ വീടാ. ചേട്ടാ ഇവിടെ മുന്നേ താമസിച്ച ആൾക്കാരോ? അവര് വേറെ നല്ല വീട് ഇടുമ്പോൾ മാറിപ്പോയി. 2 ദിവസം ആവുന്നേ ഉള്ളൂ. ചേട്ടാ മോനോ? മോൻ പോയില്ലായിരുന്നോ? ഇന്നലെ വീട് കാണാൻ വേണ്ടി വന്നതാ. ചേട്ടനെന്ത് പണിയാ കാണിച്ചത്? എന്നെ അകത്താക്കി വീടും പൂട്ടി ഞാൻ പോയി കളഞ്ഞില്ലേ? എന്തായാലും വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഉറക്കം കിട്ടുന്നുണ്ട്. സാലറി എത്ര വരും? വിദ്യാഭ്യാസം ഇല്ലാത്തവരാ റെന്റാ ഉദ്ദേശിച്ചത്. വാടക നമുക്കൊരു 10,000 ഉറപ്പിക്കാം. റെന്റ് കുറവാണെങ്കിലും സൗകര്യക്കൊള്ളൊന്നുമില്ല. ഇതാരാ മോള? അല്ല, വീട് നോക്കാൻ വന്ന. കൊള്ളാം, വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പാർട്ടീസ് വരുവാണെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ എന്ന് ആദ്യമേ തീരുമാനിച്ചത്. പക്ഷെ വരുമെന്ന് തോന്നില്ല. ഇനിയിപ്പോ നിങ്ങൾ നോക്ക്. എന്നാ പിന്നെ നമുക്ക് എഗ്രിമെന്റ് അങ്ങ് എഴുതാം. അതെങ്ങനെ ശരിയാവും? ചേട്ടൻ വിളിച്ചിട്ടല്ലേ ഞാൻ വന്നത്. എനിക്കിനി വേറെ വീടൊന്നും പോയി തപ്പാൻ പറ്റില്ല. എന്നാ പിന്നെ ഞാനങ്ങ് പോവാം. എന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. താൻ പോടും. നീ പോടി. നിങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കാതെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ സമാധാനത്തോടെ ആലോചിച്ച് തീരുമാനിക്കേ. ഞാൻ അപ്പോഴത്തേക്ക് ഒരു ചായ കുടിച്ചിട്ട് വരാം. ചേട്ടാ ഈ വാടകയ്ക്ക് ഇവിടെ അടുത്ത് വേറെ വീട് കിട്ടുമോ? ഈ വാടകയ്ക്ക് അടുത്തുന്നല്ല ഇവിടെ വീട് കിട്ടാം. അപ്പൊ എന്തായാലും എനിക്കിത് വേണം. ഇതാണ് എന്റെ മാക്സിമം ബഡ്ജറ്റ്. നിന്റെ ബഡ്ജറ്റോ? എന്റെ ബഡ്ജറ്റ് ഇല്ല ചേട്ടാ. അപ്പൊ രണ്ടിടത്തിന്റെ കയ്യിലും പൈസ ഒന്നുമില്ലെന്ന് അർത്ഥം. അതെ, എന്തായാലും ഈ പൈസക്ക് ഇതുപോലെ ഫർണിച്ചർ ആരുടെ വീട് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാനൊരു ഐഡിയ പറയാം. എന്തായാലും 2 BHK അല്ലേ, നിങ്ങളൊന്ന് ചെയ്ത് താമസിക്കേ. ഞാൻ താമസിക്കില്ല. ഈ വയ്യാത്തവളെ കൂടെ എനിക്ക് താമസിക്കാൻ പറ്റത്തില്ല. ആണല്ലേ, എന്നറിയിക്കോ. ഈ ഓണറിന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റൂ? അത് ചുറ്റും നോക്കിയാൽ സംസാരിച്ചാൽ മതി. പുള്ളി അടുത്തല്ലേ മരിച്ചത്, ഇവിടെ തന്നെ കാണണം. ചേട്ടാ എനിക്ക് ഓക്കെ. താങ്കൾക്ക്? എന്നാ എനിക്കും ഓക്കെയാണ്.